ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായി കരുതപ്പെടുന്ന മംഗൾ പാണ്ഡെയുടെ ചരമദിനമാണ് എല്ലാ വർഷവും ഏപ്രിൽ 8-ന് രാജ്യം ആചരിക്കുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിനെതിരെ കമ്പനിയുടെ സൈന്യത്തിലെ ശിപ്പായിമാർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഭടന്മാർ കലാപത്തിനൊരുങ്ങിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയായിരുന്നു മംഗൾ പാണ്ഡെ. ശിപ്പായി ലഹള, 1857 കലാപം, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നീ പേരുകളിലും ഈ കലാപം അറിയപ്പെട്ടു. ബംഗാൾ കേന്ദ്രീകരിച്ചുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഒരു ശിപ്പായിയായിരുന്നു മംഗൾ പാണ്ഡെ. ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലെ നാഗുവ എന്ന ഗ്രാമത്തിൽ 1827 ജൂലൈ 19-നാണ് പാണ്ഡെയുടെ ജനനം. ഒരു ബ്രാഹ്മണ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. തൻ്റെ 22-ാം വയസ്സിൽ മംഗൾ പാണ്ഡെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഒരു സാധാരണ ശിപ്പായിയായി ജോലിയിൽ പ്രവേശിച്ചു. കമ്പനിയുടെ തീരുമാനങ്ങളോട് ആദ്യകാലം മുതലൊക്കെ പാണ്ഡെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കമ്പനിയിലെ ശിപ്പായിമാർ സമരം തുടങ്ങുകയും മുഗൾ രാജാവായ ബഹദൂർ ഷാ അതിന് നേതൃത്വം നൽകുകയുമായിരുന്നു. തുടർന്ന് പാണ്ഡെ തൻ്റെ കമ്പനി മേധാവിക്കെതിരെ വെടിയുതിർക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ശ്രമം ലക്ഷ്യം കണ്ടില്ല. കമ്പനി പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും പാണ്ഡെ തൻ്റെ തോക്ക് ഉപയോഗിച്ച് ഒരു വെടിയുതിർക്കാൻ കൂടി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ആ ശ്രമം പരാജയപ്പെടുകയും പാണ്ഡെയെ കമ്പനി അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. 1857 ഏപ്രിൽ 6-ന് കോടതി പാണ്ഡെയ്ക്ക് വധശിക്ഷ വിധിക്കുകയും ഏപ്രിൽ 8-ന് ബാരക്പൂരിൽ വെച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു. കമ്പനിയുടെ പുതിയ തോക്കുകളിൽ വെടിയുണ്ട നിറയ്ക്കുന്ന ഭാഗം മയപ്പെടുത്തുന്നതിനായി മൃഗങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിക്കണമെന്ന തീരുമാനത്തെ മംഗൾ പാണ്ഡെ എതിർത്തതാണ് ഉയർന്ന കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെ നോട്ടപ്പുള്ളിയായി മാറാൻ അദ്ദേഹം കാരണമായത്. തുടർന്ന് ശിപ്പായിമാർക്കൊപ്പം ചേർന്ന് കമ്പനിക്കെതിരെയുള്ള കലാപത്തിലും അദ്ദേഹം പങ്കുചേർന്നു. മംഗൾ പാണ്ഡെയോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ ഗവൺമെൻറ് 1984 ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി. 2005 കേതൻ മേത്ത മംഗൾ പാണ്ഡെ ദി റൈസിംഗ് എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുകയുമുണ്ടായി. ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ വ്യക്തി എന്ന നിലയിൽ ഇന്ത്യ എന്നും ഓർക്കപ്പെടുന്ന ഒരു പേരായിരിക്കും മംഗൾ പാണ്ഡെ. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.